കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ശൈല ടീച്ചർ എന്ന് പറയുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ ഒരു സ്ഥാനാർത്ഥിയുടെ ടീച്ചർ പേരാവൂരിൽ നിർത്തിയാൽ തോക്കുന്നു CPM അറിയാം. ടീച്ചർക്ക് അറിയാം. ടീച്ചർ വടകരയിൽ തോറ്റു. ടീച്ചർക്ക് ഒരു ചെയ്തു കൊടുത്തു. വടകരയിൽ ഗംഭീരമായി ടീച്ചർ തോറ്റു. ഇനി പേരാവൂർ ടീച്ചർ അതിൽ ഗംഭീരമായി തോക്കാൻ പോവാ. സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്താൻ ശൈല ടീച്ചറല്ല പിണറായി വിജയൻ ഇറങ്ങി വന്ന് മത്സരിച്ചാൽ പേരാവൂർ CPM ജയിക്കാൻ പറ്റില്ല. പക്ഷേ ശൈല ടീച്ചർ അവിടെ മത്സരിപ്പിക്കുന്നു. എന്തിനാണ് എന്നതിന്റെ കാരണം? അപ്പൊ ഇതൊക്കെ പാർട്ടിക്കകത്ത് പഴയ പോലെ ദേശാഭിമാനിയും കൈരളി മാത്രം കാണുന്നവരല്ലോ. അവർക്ക് കാറ്റും പിടിച്ചൊക്കെ അവരെ മസ്തിഷ്കത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. അവരിതൊക്കെ കാണാനും കേൾക്കാനും തുടങ്ങി. അവർ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ വിമർശിക്കാനുള്ള താല്പര്യം അവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ജി സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പാർട്ടിക്കെതിരെ ഉയർത്തുന്നത് കനത്ത വെല്ലുവിളിയാണ്. അത് കനത്ത തിരിച്ചടിയാകുന്ന സംബന്ധിച്ച് തർക്കമില്ല. നിങ്ങൾ നോക്കൂ, അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി CPM പിണറായി സത്തിന് PV അൻവർ പോലെ ആളുകൾ ഇപ്പോൾ പിണറായി വിജയനെ പിതൃകുലനായി കണ്ട PV അൻവറാണ് പിണറായി മരുമോനിസത്തിനെതിരെ പോരാട്ടം നടത്തുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ പിണറായി സത്തിനെതിരായി വലിയ രൂപത്തിലുള്ള പ്രതിഷേധം പാർട്ടി അണികളിൽ ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കും തർക്കം വേണ്ട. ഏത് PR വർക്ക് നടത്തിയാലും ഏത് മോഹൻലാലിനെ കൊണ്ട് അഭിമുഖം നടത്തിയാലൊന്നും പിണറായി വിജയന്റെ ആ ഇമേജ് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. മീഡിയയിൽ കാശ് കൊടുത്ത് PR വർക്കിലൂടെയൊക്കെ ഇമേജ് കൂട്ടാം. ജനങ്ങളുടെ മനസ്സിനകത്ത് ഇമേജ് ഇല്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് റിസൾട്ടോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും.